കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച. ഒരു മനുഷ്യനും കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത ഒരു കാഴ്ച. പാലക്കാട് നിന്ന് ഒരു കുട്ടിയുടെ മരണം. അതും 6 വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുട്ടി. ഇന്നലെ തലസ്ഥാന നഗരിയിൽ കഴക്കൂട്ടത്ത് ഒരു ബംഗാൾ സ്വദേശിയുടെ കൊച്ചുമോൻ. വെറും 4 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇവർ ഈ ഒരു പ്രവൃത്തിക്ക് മുതിർന്നു? തിരുവനന്തപുരത്ത് നടന്ന ഈ കുട്ടിയുടെ മരണം ഒരു കൊലപാതകമാണ്. കഴുത്ത് ഞെരിച്ച് കൊന്ന ഈ അമ്മയും അമ്മയുടെ സുഹൃത്തും. ഇതുപോലുള്ള പല മനുഷ്യന്മാർ നമ്മൾക്കിടയിലും ഉണ്ടാവാം. നമ്മൾ എന്ത് വിശ്വസിച്ചാണ്, ആരെ വിശ്വസിച്ചാണ് നമ്മളുടെ കുഞ്ഞുമക്കളെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്? ഇവർക്കറിയാം ഇവരെ ഈ നിയമം ഒന്നും ചെയ്യില്ലെന്ന്. ചുരുങ്ങിയത് ഒരു ജീവപര്യന്തം കൊടുത്തിട്ട് ഇവരെ അകത്താക്കും. ഇത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും പുറത്തിറങ്ങും. ഇതുപോലുള്ള പ്രവൃത്തികൾക്ക് വീണ്ടും മുതിരും. സ്വന്തം മക്കളെ കൊല്ലാൻ മുതിർന്നവർ നമ്മളുടെ മക്കളെ വെറുതെ വിടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇതുപോലെ പല അനിഷ്ട സംഭവങ്ങളും ഇതിനു മുമ്പ് നടന്നായിരുന്നു. ഈ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യർക്കെതിരെ എന്ത് നിയമ നടപടിയാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്? ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇന്നും തുടർക്കഥയായി കൊണ്ടിരിക്കുന്നത്. ഇവരെ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കാതെ തിരിച്ച് ഇതുപോലെ അവർ ചെയ്ത പ്രവൃത്തി പോലെ അവർക്ക് ഒരു മരണം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇനി ആരും ഈ ഒരു പ്രവൃത്തിക്ക് ഇനി മുതിരില്ലായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേർ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ അഭിപ്രായം ശരിയാണോ അല്ലയോ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. കാരണം എനിക്കും ഒരു കൊച്ചുണ്ട്. ഞാൻ കാണുന്ന പലർക്കും ഇതുപോലെ ചെറിയ കൊച്ചുങ്ങളുണ്ട്. ഇവരെ നമ്മൾ എന്ത് വിശ്വസിച്ച് പുറത്തിറക്കും? എന്നും ഇവർക്കൊരു താങ്ങും തണലായി നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയും? ഇല്ല. സ്കൂളിലോട്ടും മറ്റും പറഞ്ഞയക്കണം. ആരെ വിശ്വസിക്കും? ഈ നിയമത്തെ വിശ്വസിച്ചാൽ നമ്മൾക്ക് എന്താണ് ഗുണം?